കണ്ടുവരുന്നുണ്ട്. അവരവരുടെ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണല്ലോ കൺവെൻഷൻ യോഗങ്ങൾക്ക് സാധാരണയായി വരാറുള്ളത്. കാരണം എല്ലാ വിഭാഗങ്ങൾക്കും ധാരാളം യോഗങ്ങൾ നടക്കാറുണ്ട്. നമ്മുടെ യോഗങ്ങളിൽ ഒരു പ്രസംഗം, ഒരു വചനപഠനമായി കൂടെ ഇത്തരത്തിലുള്ള ആഴമായ ഉപദേശങ്ങളെ സംബന്ധിച്ച് വളരെ തിട്ടമായി ജനത്തെ ബോധവൽക്കരിക്കുവാൻ അതിനേക്കാൾ പറ്റിയ ഒരു വേദി വേറെ ഉണ്ടാകുമോ? നിങ്ങളുടെ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ കാര്യം വിടുകയാണ്. കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അറിവില്ലാതിരിക്കരുതെന്ന് പറയുമ്പോൾ സാധാരണ നിലയിലുള്ള ഒരറിവ് പോരാ, വളരെ ആഴമായ തിട്ടമായ അറിവുണ്ടാകണം എന്നാണ് അറിവില്ലാതിരിക്കരുത് എന്ന പ്രയോഗത്തിലൂടെ, പ്രസ്താവനയിലൂടെ നാം മനസ്സിലാക്കുന്നത്. അപ്പൊ കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവ് മറ്റ് പല വിഷയങ്ങളെക്കാളും അധികമായിട്ടുണ്ടായിരിക്കണം. ഇല്ലാതെ വന്നാൽ അതേ കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ആളുകളെ ദൈവവചനത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും അകറ്റുവാൻ പിശാച് കണ്ടുപിടിച്ചിരിക്കുന്ന പ്രധാനമായ മാർഗങ്ങളിൽ ഒന്ന് കൃപാവരങ്ങൾ എന്ന വ്യാജേനയുള്ള തെറ്റായ പ്രവർത്തനങ്ങളാണ്. അതിൽ വഞ്ചിതരായി പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അവരെ യേശുക്രിസ്തുവിലേക്കും സത്യവിശ്വാസത്തിലേക്കും മടക്കിക്കൊണ്ടുവരുവാനും അതോടൊപ്പം അതിവിശുദ്ധമായ ഉപദേശത്തിന്റെ കാവൽക്കാരായ നാം, അതിനുവേണ്ടി പോരാടുവാൻ നിയമിക്കപ്പെട്ടവരായ നാം ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ വന്നാൽ സാത്താൻ നമ്മെ തോൽപ്പിക്കാൻ ഇടയായിത്തീരും. എന്താണ് കൃപാവരങ്ങൾ? കൃപാവരങ്ങൾ ആത്മീക ശുശ്രൂഷകൾക്കായി ദൈവം നൽകുന്ന പ്രത്യേകമായ കഴിവുകളാണ്. സ്പിരിച്വൽ ഗിഫ്റ്റ് ഈസ് എ ഗോഡ് ഗിവൺ എബിലിറ്റി ഫോർ സ്പിരിച്വൽ സർവീസ് എന്ന് പറയാവുന്നതാണ്. കൃപാവരങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വേദഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇതൊരു പഠനമായതുകൊണ്ട് സമഗ്രമായ ഒരു പഠനത്തിന്റെ രൂപരേഖ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലാണ് കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 4 പ്രധാന സ്ഥലങ്ങളിലാണ് കൃപാവരങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നത്. ആദ്യമായിട്ട് ഈ വിഷയത്തിന് വളരെ മതിയായ ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായാൽ മതിയാകുള്ളൂ. ആ മതിയായ ആമുഖം പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങളിലാണ്. പിന്നീട് 3 സ്ഥലങ്ങളിലാണ് കൃപാവരങ്ങളെക്കുറിച്ച് വായിക്കുന്നത്. കൃപാവരങ്ങളുടെ 3 വിഭജനങ്ങൾ, 3 വ്യത്യസ്തങ്ങളായ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തേത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, രണ്ടാമത്തത് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും, മൂന്നാമത്തത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യവുമാണ്. ഈ 3 സ്ഥലങ്ങളിലാണ് കൃപാവരങ്ങളെക്കുറിച്ച് പ്രധാനമായും വക തിരിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകാം, ഈ 3 സ്ഥലങ്ങളിൽ പറയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദീർഘമായ ഒരു വേദഭാഗത്ത് പറഞ്ഞിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ തന്നിരുന്നെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടിയും നമ്മുടെ അറിവിന് വേണ്ടിയും 3 വ്യത്യസ്തങ്ങളായ ലിസ്റ്റുകളായിട്ട് തിരിച്ചിരിക്കാം. അതിന്റെ കാരണം കൂടെ ഞാൻ പറയട്ടെ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലെ വരങ്ങളെ താൽക്കാലിക വരങ്ങൾ അല്ലെങ്കിൽ അടയാള വരങ്ങൾ എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പൂർണ്ണമായി ലഭിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ 1-ാം നൂറ്റാണ്ടിൽ മാത്രം നിലവിലുണ്ടായിരുന്ന വരങ്ങളാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഞാൻ അവയെല്ലാം ഒന്ന് തൊട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കണമെന്നാണല്ലോ പറയുന്നത്. ആ വ്യാഖ്യാന രീതി 100% പിന്തുടരുന്ന ആളുകളാണ് ബ്രദൻകാരായിരിക്കുന്ന ആളുകൾ. നാം പറയുന്നതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിന്റെ ബാധ്യതയും നാം തന്നെ ഏറ്റെടുക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, കേവലം അനുഭവങ്ങളുടെയും തോന്നലുകളുടെയും അടിസ്ഥാനത്തിൽ അല്ല. രണ്ടാമത്തെ വേദഭാഗം റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ വരങ്ങൾ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതാണ്. ആളാമ്പ്രതി ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതാണ്. വേദപുസ്തകം ഒരാൾ കയ്യിലെടുത്തുകൊണ്ട് പൊതുജനത്തെ ഉപദേശിക്കുന്ന വരങ്ങളല്ല. വ്യക്തിപരമായി ഓരോരുത്തരെയും സഹായിക്കാനുള്ള വരങ്ങളാണ്. ബിഹൈൻഡ് ദ കർട്ടൻ, തിരശ്ശീലയ്ക്ക് പിൻപിൽ ചെയ്യുന്നതായ ശുശ്രൂഷകളാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ. അതുകൊണ്ട് അവയെ ശുശ്രൂഷാ വരങ്ങൾ എന്ന് വിളിക്കാം. ആദ്യത്തേതിനെ സൈൻ ഗിഫ്റ്റ്സ് അഥവാ അടയാള വരങ്ങൾ എന്ന് വിളിക്കാവുന്നതാണ്. മൂന്നാമത്തേതാകട്ടെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും
ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിന്റെ എഴുത്തിനോടും അതിന്റെ പ്രസംഗത്തോടും സഭയുടെ പരിപാലനത്തോടും ബന്ധപ്പെട്ടതായ പൊതു ശുശ്രൂഷകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അവയെ സപ്പോർട്ട് ഗിഫ്റ്റ്സ് അഥവാ അടിസ്ഥാന വരങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആദ്യത്തേത് അടയാള വരങ്ങൾ, താൽക്കാലിക സ്വഭാവമുള്ളത്. റോമാലേഖനത്തേത് സ്ഥിര സ്വഭാവമുള്ളത്. അവ വ്യക്തിപരമായി ചെയ്യുന്നതായ ശുശ്രൂഷകള്. മൂന്നാമത്തേത് ഒരാൾ വേദിയിലേക്ക് വന്ന് പൊതുജനത്തെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വരങ്ങൾ. അങ്ങനെ മൂന്ന് പ്രത്യേകമായ ഭാഗങ്ങളായി തിരിച്ചു തന്നിരിക്കുന്നത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്, പഠിക്കുവാൻ വളരെ ആവേശം തരുന്നതുമായ കാര്യമാണ്. അടുത്തത്, ആകെ എത്ര കൃപാവരങ്ങളുണ്ട്? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ 9 വരങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും വേറൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെട്ടിരിക്കുന്നു. വേറൊരുവന് വിശ്വാസം, വേറൊരുവന് രോഗശാന്തികളുടെ വരം, വേറൊരുവന് പ്രവചനം, വേറൊരുവന് വീര്യപ്രവൃത്തികൾ, വേറൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ആത്മാക്കളുടെ ഭാഷകളുടെ വ്യാഖ്യാനം. ഇങ്ങനെയുള്ള 9 വരങ്ങളാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് റോമാലേഖനം 12-ാം അധ്യായത്തിൽ 6 വരങ്ങൾ കാണുന്നു. അവയെല്ലാം ആളാമ്പ്രതി ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതായ വരങ്ങളാണ്. അവയിൽ 3 എണ്ണം എല്ലാ വിശ്വാസികൾക്കും നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങളാണെന്ന് മറ്റു വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ദാനം ചെയ്യാനുള്ള വരം, കരുണ കാണിപ്പാനുള്ള വരം, സഹായം ചെയ്യുവാനുള്ളതായ വരം. ആ 3 വരങ്ങൾ ഒഴിച്ചാൽ പിന്നീടുള്ള 3 വരങ്ങൾ വളരെ എളുപ്പമായി പഠിക്കാൻ കഴിയും. ഒന്ന്, നയിക്കാനുള്ളതായ വരം, ദ ഗിഫ്റ്റ് ഓഫ് ലീഡിംഗ്. രണ്ടാമത്തേത് ഉപദേശിപ്പാനുള്ളതായ വരം, ആളാമ്പ്രതിയുള്ളതായ ഉപദേശം. മൂന്നാമത്തേത് പ്രബോധനം, തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക. അങ്ങനെയുള്ള 6 വരങ്ങളാണ് ഈ റോമാലേഖനം 12-ാം അധ്യായത്തിൽ കാണുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന 5 വരങ്ങളുണ്ട്. ആ 5 വരങ്ങളിൽ 2 വരങ്ങൾ താൽക്കാലിക സ്വഭാവമുള്ളതായിരുന്നുവെന്ന് അതേ ലേഖനം, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുയേശു തന്നെ മൂലക്കലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സഭയുടെ അടിസ്ഥാന പണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവരും സഭയുടെ അടിസ്ഥാന പ്രമാണമായ പുതിയ നിയമം എഴുതിയവരുമായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും 1-ാം നൂറ്റാണ്ടിലെ ശുശ്രൂഷയ്ക്ക് ശേഷം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് അവരുടെ ശുശ്രൂഷകൾ ഇല്ല. ഒരിക്കൽ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഒരു കെട്ടിടത്തിന് ആരും അടിസ്ഥാനം ഇടാറില്ലല്ലോ. പിന്നീടുള്ള വരങ്ങൾ 3 എണ്ണമാണ്. വീണ്ടും ഞാൻ ആദ്യ ഭാഗത്തേക്ക് വരട്ടെ. 1 കൊരിന്ത്യരിൽ 9 വരങ്ങൾ, റോമാലേഖനത്തിൽ 7 വരങ്ങൾ, എഫേസ്യ ലേഖനത്തിൽ 5 വരങ്ങൾ. കണക്കൂട്ടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടല്ലോ. ആകെ എത്ര വരങ്ങളുണ്ട്? 9, 7, 5 എത്രയുണ്ട്? 31, 21. 9, 7, 16, 5, 21. അതിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 9 വരങ്ങളും എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാരെന്നുള്ളതായ വരവും ഇന്ന് നിലവിലുള്ള വരങ്ങളല്ല. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അപ്പൊ 10 വരങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന വരങ്ങളാണ്. ബാക്കി ആകെയുള്ളത് 9 വരങ്ങളാണ്. ആ 9 വരങ്ങളിൽ 3 വരങ്ങൾ പുരുഷന്മാർക്കായി മാത്രം സംവരണം ചെയ്യപ്പെട്ടിരിക്കുക. ആ വാക്ക് ഞാൻ ഉപയോഗിച്ചാൽ തെറ്റാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, അതെല്ലാം മസ്കുലൈൻ ജെൻഡർ പുല്ലിംഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കുള്ള വരങ്ങളല്ല, അതിനോട് മാത്രം വിളിച്ച് വേർതിരിക്കപ്പെട്ട ആളുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങളാണ്. വേറെ 3 വരങ്ങൾ എല്ലാവർക്കും ഉള്ളതായ വരങ്ങളാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ദാനം ചെയ്യാനുള്ള വരം, കരുണ കാണിപ്പാനുള്ള വരം, സഹായം ചെയ്യുവാനുള്ളതായ വരം. പിന്നെ ആകെ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട 3 വരങ്ങളേ ഉള്ളൂ. ലീഡർഷിപ്പ് അഥവാ നയിക്കാനുള്ളതായ വരം, വ്യക്തിപരമായി ഉപദേശം പറയാനുള്ളതായ ആളാമ്പ്രതി ശുശ്രൂഷ, വ്യക്തിപരമായി പ്രബോധിപ്പിക്കാനുള്ളതായിരിക്കുന്ന വരം. അങ്ങനെയുള്ളതായ വരങ്ങളാണ് പിന്നീട് നാം വായിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 21 വരങ്ങളിൽ 9 10 വരങ്ങൾ പോയാൽ ആകെ 9 വരങ്ങളേ ഉള്ളൂ. ആ 9 വരങ്ങൾ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവയെ പ്രയോജനപ്പെടുത്തുക. ആ വരങ്ങൾ നാം ശരിയായി വിനിയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ചെറിയ സംശയം പറഞ്ഞേക്കാം, 21 പോയിട്ട് ഇപ്പൊ 19 ആയിട്ടുള്ളല്ലോ. അതിന്റെ കാരണം
പ്രവചനം എന്നുള്ള വരം 3 ലിസ്റ്റുകളിലും ഒരുപോലെ കാണുന്നുണ്ട്. 1 കൊരിന്ത്യരിലുമുണ്ട്, റോമാലേഖനത്തിലുമുണ്ട്, എഫേസ്യ ലേഖനത്തിലുമുണ്ട്. അതുകൊണ്ട് ആ 3 പ്രാവശ്യം ആവർത്തിച്ചു വരുന്നതുകൊണ്ട് 2 വരങ്ങൾ ഒഴിവാക്കിയാൽ ബാക്കി ആകെ കൃപാവരങ്ങൾ ഉള്ളത് 19 എണ്ണമാണ്. ആ 19 എണ്ണത്തിൽ 10 വരങ്ങൾ ഇന്നില്ലാത്ത വരങ്ങളാണ്. 9 വരങ്ങൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള വരങ്ങളെ കുറിച്ചുള്ള ഒരു പഠനത്തിന് എനിക്ക് നേരം പോരാ. മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ മാത്രമുണ്ടായിരുന്ന വരങ്ങളെ കുറിച്ച് ഉള്ള ഒരു സൂചന പറഞ്ഞ് മുൻപോട്ട് നീങ്ങാം എന്ന് ഞാൻ വിചാരിക്കാം. അവ ഏതൊക്കെയാണ്? 1-ാമത്തെ വരം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഒരുവന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം. ഈ വേദപുസ്തകത്തിൽ ജ്ഞാനം എന്ന വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പല അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ജ്ഞാനമെന്നല്ല, ദ വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ വചനം. ജ്ഞാനവും ജ്ഞാനത്തിന്റെ വചനവും വ്യത്യാസമാണ്. ജ്ഞാനത്തിന്റെ വചനം ഏതാണ്? ജ്ഞാനത്തിന്റെ വചനം ഏതാണെന്നറിയാൻ പ്രധാനക്കാരായിരിക്കുന്ന ആളുകൾ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ വളരെ തെളിവായി 2 പത്രോസ് 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ നാം വായിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം ഇതേക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമായത് പലതുണ്ട്. അജ്ഞാനികളും അസ്ഥിരന്മാരുമായ ചിലർ അവയെ ശേഷം തിരുവെഴുത്തുകളെ പോലെ തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. പൗലോസ് എഴുതിയ കാര്യങ്ങളിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് പലതുണ്ടെന്ന മഹാനായ പൗലോസ് എഴുതിയ ഫിലിപ്പ് സാറ് യോജിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് പലതുണ്ട്. കൊലോസ്യ ലേഖനം ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതാ, എഫേസ്യ ലേഖനം ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതാ. അപ്പൊ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള പലതുണ്ട്. ശേഷം തിരുവെഴുത്തുകളെ പോലെ ചില ആളുകൾ അവയെല്ലാം കോട്ടിമാട്ടിക്കളയുക. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാകാം, പൗലോസിന് ഇത്ര ആഴമായ കാര്യങ്ങളൊക്കെ എഴുതാനുള്ള കഴിവ് എവിടെ നിന്നാണ് ലഭിച്ചത്? പൗലോസ് ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പഴയ നിയമം സംബന്ധിച്ച് അവഗാഹമായ പ്രാവീണ്യം നേടിയ ആളായിരുന്നു. പക്ഷേ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള പല കാര്യങ്ങൾ എഴുതിയതിന്റെ കാരണം അത് തിരുവെഴുത്തായതുകൊണ്ട്. അത് തിരുവെഴുത്താണെന്ന് ആര് പറഞ്ഞു? പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം പറയുകയാണ്, ശേഷം തിരുവെഴുത്തുകളെ പോലെ എന്ന് പറഞ്ഞാൽ ബാക്കി 65 പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നത് പോലെ ഈ പത്രോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുക, എല്ലായിടത്തും പൗലോസ് എഴുതി എല്ലായിടത്തും ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്, ഗ്രഹിക്കാൻ എളുപ്പമുള്ളത് ചിലതുണ്ട്. എന്നാൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായത് അത് തിരുവെഴുത്തായതുകൊണ്ടാണ്. വീണ്ടും ചോദ്യം, അങ്ങനെയാണെങ്കിൽ പൗലോസിന് ഈ തിരുവെഴുത്ത് എഴുതാനുള്ളതായ കഴിവ് എവിടെ നിന്ന് കിട്ടിയതാ? ഗ്രഹിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങൾ എഴുതി വെച്ചു. പൗലോസേ, അങ്ങേക്ക് ഇത് എഴുതാനുള്ള കഴിവ് എവിടെ നിന്ന് ലഭിച്ചതാ? പൗലോസ് പറയും, ഇത് ഞാൻ ഗമാലിയേലിന്റെ അടുക്കലിരുന്ന് പഠിച്ചതുകൊണ്ടല്ല, പഴയ നിയമം കാണാതെ പഠിച്ചതുകൊണ്ടല്ല. ഈ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള പല കാര്യങ്ങൾ ഞാൻ എഴുതിയതിന്റെ പേരാണ് പരിശുദ്ധാത്മ നിയോഗം അഥവാ ആത്മനിശ്വസ്തത. 2 തിമോഥെയോസ് 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ, പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ, ഇവയെല്ലാം തെളിയിക്കുന്ന ആത്മനിശ്വസ്തതയാലാണ് എഴുതിയത്. അപ്പോൾ ആത്മനിശ്വസ്തതയ്ക്കുള്ള ഒരു പര്യായപദമാണ് ജ്ഞാനത്തിന്റെ വചനം. ജ്ഞാനത്തിന്റെ വചനം. ഈ വര ഇന്നുണ്ടോ? ഇന്ന് ആവശ്യമുണ്ടോ? എന്റെ പ്രിയ സഹോദരൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി അദ്ദേഹം പറഞ്ഞു, ഈ പ്രവചനത്തോട് യാതൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, ഇതിന് യാതൊന്നും കുറയ്ക്കാൻ പാടില്ല. AD 95 വെളിപ്പാട് പുസ്തകം പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാൻ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ഫുൾ സ്റ്റോപ്പിട്ട് അവസാനിപ്പിച്ചു. യാതൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഈ വേദപുസ്തകമായ തിരുവെഴുത്തിലെ മുഴുവൻ വചനങ്ങളും എഴുതിയത് ആത്മനിശ്വസ്തതയാൽ പ്രത്യേകമായ കൃപാവരത്താൽ എഴുതപ്പെട്ടതായതുകൊണ്ട് ജ്ഞാനത്തിന്റെ വചനം എന്ന കൃപാവരം 1-ാം നൂറ്റാണ്ടിന് ശേഷം ഇല്ല. 2-ാമത്തെ വരം വേറൊരുവന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനം. പരിജ്ഞാനത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഓഫ് നോളജ്. ഈ പരിജ്ഞാനത്തെ കുറിച്ച് ചിലരൊക്കെ പരിചയത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയാറുണ്ട്. അത് ഈ ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. ഇനി ഒരു വാക്ക്, അതിനൊരു സമാന്തരമായ മറ്റു വാക്ക് ഉപയോഗിക്കണമെങ്കിൽ പറയാൻ കഴിയുന്നത് പരനെ കുറിച്ചുള്ള ജ്ഞാനമെന്ന. ഞാനത് തെളിയിക്കാൻ പോയെ. പരിജ്ഞാനം പരനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ യേശുക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. അപ്പോൾ യേശുക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, ദൈവം ഒരു മാർമിക വിഷയമാണെങ്കിൽ ആ മാർമിക വിഷയത്തെ വെളിപ്പെടുത്തിയത് ആരാണ്? യേശുക്രിസ്തു. അപ്പൊ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നതാണ് കർത്താവായ യേശുക്രിസ്തു. അടുത്ത വാക്യം പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം, കൃപയിലും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ
പരിജ്ഞാനത്തിലും വളരുവീൻ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം. അപ്പോൾ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരനെ കുറിച്ചുള്ള ജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. ഇന്ന് ഈ പരിജ്ഞാനം അഥവാ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ലഭിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, എഴുതി കിട്ടിയിരിക്കുന്ന വചനം. ഈ വചനം വായിച്ച് വിശദീകരിച്ച് പറഞ്ഞേറ്റാ മതി. ഇന്നലെ രാത്രി സ്വപ്നം കണ്ട കാര്യം പറയണ്ട, മിനിയാന്ന് രാത്രി വെളിപ്പാടുണ്ടായെന്ന് പറയേണ്ട ആവശ്യമില്ല. വചനം കൈ കിട്ടിയിരിക്കുന്നു. ഈ വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിച്ച് യേശുക്രിസ്തുവിനെ ഏകരക്ഷകൻ എന്നുള്ള കാര്യം ലോകത്തിന്റെ ഭാഗെ അവതരിപ്പിക്കുകയാണ് ഇന്നത്തെ ക്രൈസ്തവ ധർമ്മം. അതാണ് ക്രൈസ്തവ ശുശ്രൂഷ. പരിജ്ഞാനത്തിന്റെ വചനം 1-ാം നൂറ്റാണ്ടോടെ അവസാനിച്ചു. വേദപുസ്തകം എഴുതുന്നത് വരെ പ്രത്യേകമായ വെളിപ്പാടുകൾ ക്രിസ്തുവിനെ കുറിച്ചുള്ളത് ലഭിക്കണമായിരുന്നു. ആ വെളിപ്പാടുകൾ കിട്ടിയ അപ്പോസ്തലന്മാരും മറ്റുള്ള ആളുകളും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് അപ്പോൾ ലഭിച്ചതായ പരിജ്ഞാനത്തിന് വചനത്താൽ അറിയിച്ചു. ഇന്ന് എഴുതി കിട്ടിയ വചനമുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചാൽ മതി. 3-ാമത്തെ വരം വേറൊരുവന് വിശ്വാസം. അപ്പൊ ഇന്ന് വിശ്വാസം ഇല്ലേ? വേദപുസ്തകത്തിൽ വിശ്വാസത്തെ കുറിച്ച് പല നിലകളിൽ പറഞ്ഞിട്ടുണ്ട്. രക്ഷാകരമായ വിശ്വാസം എല്ലാവർക്കും രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉള്ളതാണ്. അതൊരു വരമല്ല. വേറെ ചിലർക്ക് അല്പവിശ്വാസം, കർത്താവ് അങ്ങനെ വിളിച്ച അല്പവിശ്വാസികളെ. വേറെ ചിലർക്ക് ഉറപ്പായ വിശ്വാസം. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പെർഗമോസിലെ സഭയ്ക്കുണ്ടായിരുന്ന ശക്തമായ വിശ്വാസം. ആ വിശ്വാസങ്ങൾ വരമായി പറഞ്ഞിട്ടില്ല. പിന്നെ ഏതാണ് ഈ വിശ്വാസം എന്നുള്ള വരം? അല്പം വിവാദമായേക്കാം സാധ്യതയുള്ളൊരു പ്രയോഗമാണ്. ഞാൻ വിശദീകരിക്കാൻ അധിക സമയമെടുക്കുന്നില്ല. വിശ്വാസം എന്ന് പറയുന്നത് വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ അപ്പോസ്തലന്മാർക്കും 1-ാം നൂറ്റാണ്ടിലെ ആളുകൾക്കും ഉണ്ടായിരുന്ന അസാധാരണമായ കൃപാവരമാണ്. തെളിയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വായിച്ചാൽ ഒരു രസകരമായ സംഭവം കാണാം. അതിന്റെ പിറകിലത്തെ വാക്യങ്ങളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം മഗ്ദലയുടെ കാര്യത്തിൽ മറിയ കരഞ്ഞു നിലവിളിച്ചുമിരിക്കുന്ന കർത്താവിന് ശിഷ്യന്മാരായ 11 പേരോട് എന്ന് പറഞ്ഞു. മറിയ ചെന്ന് പറഞ്ഞതാ. ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? സ്തോത്രം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എന്റെ സഹോദരി നീ കണ്ടോ എന്ന് പറയുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവര് വിശ്വസിച്ചില്ല. വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഇവൾക്ക് വല്ല ഹലൂസിനേഷനോ വല്ല സംഭവിച്ചതായിരിക്കും. കാരണം പണ്ട് ഭൂതബാധിതയായിരുന്നല്ലോ, വല്ല കുഴപ്പം സംഭവിച്ചു കാണുമെന്ന് വിചാരിച്ചോ എനിക്കറിയാൻ പാടില്ല. അവര് വിശ്വസിച്ചില്ല. അടുത്തത്, എമ്മാവുസിലേക്ക് പോയ ക്ലെയോപ്പാവും കൂടെയുള്ള ആളും ആ രാത്രിയിൽ തന്നെ എമ്മാവുസിൽ നിന്ന് 7 നാഴിക പിറകിലേക്ക് യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. കർത്താവിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞങ്ങൾ നടന്നു പോയപ്പോൾ 7 മൈൽ അങ്ങോട്ട് പോയപ്പോൾ ഇവൻ ഞങ്ങളുടെ കൂടെ വന്നു. ഒടുവിൽ ഞങ്ങൾ അവനെ കണ്ടു. അപ്പം മുറിക്കയിൽ യേശുവാണെന്ന് മനസ്സിലായി. അവനുടനെ അപ്രത്യക്ഷനായി. ഞങ്ങൾ ഉടനെ തിരിച്ചു പോകുന്നതാ. ഇത് കേട്ട ശിഷ്യന്മാരെന്തു പറഞ്ഞു? അവര് പറഞ്ഞു കാണും, ഇപ്പൊ ഒരുത്തി ഇങ്ങോട്ടൊന്ന് പറഞ്ഞിട്ട് പോയോളൂ, നിങ്ങൾ തന്നെയാണോ? കുഴപ്പം പിടിച്ച കാര്യമാ, ഇത് നടക്കാൻ പോകാത്ത കാര്യമാ. അവരുടെ ഈ ദൃക്സാക്ഷി വിവരണവും ഈ അപ്പോസ്തലന്മാര് വിശ്വസിച്ചില്ല. പശ്ചാത്തലം മനസ്സിലാക്കണം. വേദപുസ്തക വ്യാഖ്യാനത്തിന്റെ OMSR ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അദ്ദേഹം പഠിപ്പിച്ചത് ദ ഗോൾഡൻ കീ ഓഫ് ഇന്റർപ്രറ്റിംഗ് ദ ബൈബിൾ ഈസ് ടേക്കിംഗ് ദ കോണ്ടെക്സ്റ്റ് ഇൻടു സീരിയസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വേദപുസ്തക വ്യാഖ്യാനത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഒരു വാക്യം കണ്ടാൽ, വേദഭാഗം കണ്ടാൽ അതിന് മുൻപിലുള്ള പിൻപിലുള്ളതായ കാര്യങ്ങൾ നോക്കണം. വാലും തലയുമില്ലാതെ പറയുന്നതല്ല വ്യാഖ്യാനം. അറ്റവും മുറിയും എടുത്തു പിടിക്കുന്നതല്ല വ്യാഖ്യാനം. എന്തതിന്റെ പശ്ചാത്തലം ഏതാണ്? പശ്ചാത്തലത്തിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണെങ്കിൽ പോലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നുള്ള കാര്യം അവര് വിശ്വസിച്ചില്ല. ഈ പശ്ചാത്തലത്തിൽ നോക്കണം. അടുത്തതായിട്ട് കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആരാ വിശ്വസിക്കുന്നവരാലെന്ന് പറയുന്നത്? ചിലർ വിചാരിക്കുന്ന വിശ്വാസികളാലെന്ന. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഏതടയാളങ്ങൾ? ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായത് കുടിച്ചാൽ ഹാനി വരികയില്ല, 5 രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പൊ ഒരാൾ വിശ്വാസിയാണോ അല്ലയോ എന്നറിയാൻ എന്ത് ചെയ്യണം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് കുടിച്ചാൽ പോരാ, പൊട്ടാസ്യം സയനൈഡ് കലക്കി കൊടുത്തു നോക്കണം, വിശ്വാസിയാണോ എന്ന് അറിയണം. പിന്നെ മൂർഖൻ പാമ്പിനെ കാണുമ്പോ വാവ സുരേഷ് മൂർഖനെ പിടിക്കുന്ന പോലെയല്ല, സർപ്പങ്ങളെ പിടിച്ചെടുത്ത് കാണിക്കണം. ചില ആള് വിചാരിക്കുന്നത് പുതുഭാഷ പറഞ്ഞാൽ മതി, രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യം പറഞ്ഞാൽ മതി, പോരാ. വിശ്വാസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞത് വിശ്വാസികളാലാണെങ്കിൽ ഈ 5 കാര്യങ്ങളും ചെയ്ത് തെളിയിച്ച് ഒരാള് വിശ്വാസിയാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്. തയ്യാറാകുമോ? ഹലബല ഹലബല പറഞ്ഞാൽ പോരാ, വിശ്വാസിയാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഈ വിശ്വസിക്കുന്നവരാരെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസികളെ കുറിച്ചല്ല, വിശ്വസിക്കുന്നവരാരെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം വിശ്വസിക്കാതിരുന്ന ആരാണോ
അവരോടും ആ തലമുറയോടും പറയുകയാണ്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കാര്യം നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകമായ ശക്തി ലഭിക്കാൻ പോവുകയാണ്. വേദപുസ്തകം എഴുതുന്നത് വരെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം അസന്നിഗ്ധമായി തെളിയിച്ച് ദൈവത്തിന്റെ വചനം എഴുതി പൂർത്തിയാക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ വിശ്വസിക്കുന്നവരായ ഈ തലമുറയ്ക്ക് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാനുള്ളതായ വിശ്വാസം എന്ന വരം എന്ന് പറഞ്ഞാൽ, മുടന്തനായ ഒരാൾ, ജന്മനാ മുടന്തനായ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറയണമെങ്കിൽ ഒത്താൽ ഒക്കട്ടെന്നും കണ്ടോണ്ടൊന്നും അല്ല കേട്ടോ. എഴുന്നേക്കാൻ പറഞ്ഞാൽ എഴുന്നേക്കുമെന്നറിയാം. എന്താ? ആ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്താൽ. അത് വരമാ. ആ വരം ഇന്നില്ലാത്ത വരമാ. ഇന്ന് ഈ വരം ഉണ്ടെങ്കിൽ രണ്ടു കാലം മുടന്തനായ ഒരാളെ ആ വിശ്വാസം അവർ ഉപയോഗിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ച് നടക്കാൻ പറയണം. സൂക്ഷിച്ചു പൊക്കിയില്ലെങ്കിൽ ആള് താഴെ വീഴും. ഇതല്ല വിശ്വാസം. ആ വരം ഇന്നില്ലാത്ത വരമാണ്. അപ്പൊ ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം എന്ന വരം. നാലാമത്തെ വരം രോഗശാന്തികളുടെ വരം. ഇന്ന് രോഗശാന്തി ഉണ്ടോ? രോഗശാന്തി ഇല്ലെന്ന് പ്രതികാരം പറയുകയല്ല, സുബോധത്തോടെ ആരും പറയുകയല്ല. ഇന്ന് രോഗശാന്തി ഉണ്ട്. ദൈവം രോഗശാന്തി തരുമോ? ദൈവം രോഗശാന്തി തരും. തനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഏത് മാറാവ്യാധികളെ സൗഖ്യമാക്കാൻ ദൈവത്തിന്റെ ശക്തിക്ക് കുറവ് സംഭവിച്ചിട്ടില്ല. നേരത്തെ കേട്ട് കഴിഞ്ഞു. ദൈവത്തിന്റെ ശക്തിയെ പരിമിതപ്പെടുത്താൻ കഴിയാല്ല. ദൈവം സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ചില രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടും, ചില രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടുകയില്ല. അവരോട് പൗലോസിനോട് പറഞ്ഞ പോലെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞ് ആ ശക്തിയും കൃപയും ഒക്കെ തരും, സഹിക്കാനുള്ള കഴിവ് തരും. എന്തിനു വേണ്ടിയാ? നമ്മെപ്പോലെ രോഗികളായിരിക്കുന്ന മറ്റുള്ള ആളുകളെയും വിശ്വാസത്തിൽ സമ്പന്നരാക്കാൻ ദൈവം നമുക്ക് ചില കഷ്ടതകൾ, രോഗങ്ങളൊക്കെ തരുമെന്നേ. അത് നമ്മൾ സഹിക്കണം. ചിലപ്പോൾ ചില രോഗികളെ മരിക്കും. അത് കർത്താവിന് ഇഷ്ടമാ. എന്നാൽ രോഗശാന്തികളുടെ വരവും രോഗശാന്തി വ്യത്യാസമാ. എന്താ രോഗശാന്തികളുടെ വരം? രോഗശാന്തികളുടെ വരം എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തെയും തൽക്ഷണത്തിൽ സൗഖ്യമാക്കാനുള്ള പ്രത്യേകമായ കഴിവായിരുന്നു രോഗശാന്തികളുടെ വരം. വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് ആ ഭാഗം വിടാനേ നിർവാഹമുള്ളൂ. രോഗശാന്തികളുടെ വരമെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരും കർത്താവായ യേശുവിന്റെ കാര്യം പോട്ടെ, സർവശക്തനാണല്ലോ. കൃപാവരം ഉപയോഗിച്ച് സൗഖ്യമാക്കിയ പുതിയ നിയമകാലത്തെ രോഗശാന്തികളെല്ലാം ശ്രദ്ധിച്ചാൽ അവയിലെ മഹാഭൂരിപക്ഷവും ഒന്നോ രണ്ടോ സംഭവങ്ങൾ അല്ലാതെയുണ്ട്. ഞാനത് വിസ്മരിക്കുന്നില്ല. രോഗശാന്തികളെല്ലാം പരിശോധിച്ചാൽ ഏതു തരത്തിലുള്ള രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്തത്? അവിടെ ഒരിടത്തും കൊളസ്ട്രോളിനോ ഗ്യാസ് തലവേദനയ്ക്കോ ആർക്കും കാണാൻ പാടില്ലാത്ത എവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആ ക്യാൻസറിനോ ഇതിനൊന്നും സൗഖ്യം കൊടുത്തതായിട്ട് വായിക്കുന്നില്ല. പിന്നെ എന്തിനായിരുന്നു? കൺജനറ്റൽ ഡിസീസുകൾക്ക്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾ. രണ്ടു തരത്തിൽ രോഗങ്ങളുണ്ട്. ഒന്ന് കൺജനറ്റൽ ഡിസീസ്, ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾ. രണ്ടാമത് ഫങ്ഷണൽ ഡിസീസ്, പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചാൽ രോഗം ഉണ്ടാകാം, പകർച്ചവ്യാധികളാൽ രോഗം ഉണ്ടാകാം, നമ്മുടെ ചിട്ടയില്ലാത്ത ജീവിതം കൊണ്ട്, ക്രമമില്ലാത്ത ആഹാരം കൊണ്ട്, വ്യായാമമില്ലായ്മ കൊണ്ട് ഒക്കെ രോഗത്തെ ക്ഷണിച്ചു വരുത്താം. ആ രോഗങ്ങൾക്കൊക്കെ സൗഖ്യം നൽകാൻ കഴിയും. കർത്താവായ യേശു പറഞ്ഞു, ദീനക്കാർക്ക് വൈദ്യന്മാരെ സമീപിക്കാം, അവരുടെ സഹായം കിട്ടും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ജന്മനാ ഉള്ള ശാരീരിക വൈകല്യങ്ങൾക്ക് സൗഖ്യം നൽകാൻ കഴിയുന്ന ഡോക്ടർമാർ എവിടെയെങ്കിലും ഉണ്ടോ? ജന്മനാ ഉള്ള രണ്ടു കാലും മുടന്തനായ ഒരാൾക്ക്, രണ്ടു കണ്ണും കുരുടനായ ഒരാൾക്ക്, രണ്ടു കാതും കേൾക്കാൻ കഴിയാത്ത ചെകിടനായ ഒരാൾക്ക്, സംസാരിക്കാൻ കഴിയാത്ത ഒരു ഊമന് സൗഖ്യം കൊടുക്കുന്ന ചികിത്സാ രീതികളില്ല. വീണ്ടും ഞാൻ ചോദിക്കട്ടെ, അപ്പോസ്തലന്മാര് നടത്തിയതായ സൗഖ്യങ്ങൾ ശാരീരിക വൈകല്യങ്ങൾക്ക്, കൺജനറ്റൽ ഡിസീസുകൾക്കുള്ള സൗഖ്യമായിരുന്നെങ്കിൽ രോഗശാന്തികളുടെ വരം ഇന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം? എന്ത് നടക്കണം? ഇനി ഒരു മുടന്തനും കാണാൻ പാടില്ല. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കട്ടെ, 1-ാം നൂറ്റാണ്ടിന് ശേഷം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു രോഗശാന്തി വരക്കാരൻ കൺജനറ്റൽ ഡിസീസിന് സൗഖ്യം നൽകി മുടന്തനായ ഒരാളെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാൾ എഴുന്നേൽപ്പിച്ച ചരിത്രം കേട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നില്ല, കണ്ടിട്ടുണ്ടോ? അമ്മയുടെ ഗർഭം മുതൽ തന്നെ, ജനിച്ചപ്പോൾ മുതൽ രണ്ടു കണ്ണിനും കാഴ്ചയില്ലാതെ പോയ ഒരു കുരുടനെ സൗഖ്യമാക്കിയ, രോഗശാന്തി വരം ഉപയോഗിച്ച് സൗഖ്യമാക്കിയ ഏതെങ്കിലും ഒരു സംഭവം ശരിയായി റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ചെകിടന് സൗഖ്യം കൊടുത്തിട്ടുണ്ടോ? ഊമന് സൗഖ്യം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്?
അവിടെ ഗ്യാസ് ട്രബിൾ മാറി, ഇവിടെ തലവേദന മാറി, അവിടെ പനി മാറി, ഇവിടെ നടുവേദന മാറി. ഇതല്ല രോഗശാന്തി വരം. അതിനൊക്കെ ഡോക്ടർമാർക്ക് മരുന്ന് കൊടുക്കാൻ കഴിയും. പനി വന്ന പാരസെറ്റമോൾ കഴിച്ചാൽ മതി, വയറ്റുവേദന വന്ന മരുന്ന് കഴിച്ചാൽ മതി. എന്ന രോഗശാന്തിയുടെ വരമുണ്ടെങ്കിൽ ജന്മനായുള്ള ശാരീരിക വൈകല്യങ്ങൾക്ക് സൗഖ്യം നൽകണം. അങ്ങനെ ഏതെങ്കിലും സംഭവം കണ്ടിട്ടുണ്ടോ? ആദരണീയരായ ദേവദാസമ്മ ഫിലിപ്പ് സാർ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ, അയ്യോ കിടപ്പി കിടന്ന ആളെ താങ്ങിപ്പിടിച്ചുകൊണ്ട് വന്നതാ, ഇപ്പൊ വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്ന പരുവത്തിലായി എന്ന് പറയുന്നതല്ല രോഗശാന്തികളുടെ വരം. രോഗശാന്തികളുടെ വരം ഏത് രോഗത്തിനുമുള്ള സൗഖ്യം, രോഗശാന്തികളുടെ വരം ക്ഷണത്തിലുള്ള സൗഖ്യം, രോഗശാന്തികളുടെ വരം നിലനിൽക്കുന്നതായ സൗഖ്യം. ഇത്തരത്തിലുള്ള യാതൊരു സംഭവവും 1-ാം നൂറ്റാണ്ടിന് ശേഷം നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ പറയുന്ന പ്രസംഗം അവസാനിപ്പിച്ച് ഈ പുസ്തകം താഴെ വെച്ച് നിങ്ങൾ പറയുന്ന ഏത് പരിഹാരവും ചെയ്യാൻ ഈ ഉള്ളവൻ തയ്യാറാണ്. 30 കൊല്ലമായിട്ട് ഞാൻ വെല്ലുവിളിക്കാറുണ്ട്. ആഫ്രിക്ക നടന്നത് പറഞ്ഞാൽ പോരാ, ഇന്ത്യയിൽ നടക്കണം. ഇല്ലേ, ആഫ്രിക്കയിൽ എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം. അയൽവാസികളോട് ചോദിക്കും, ഡോക്ടർമാരോട് ചോദിക്കും, വ്യക്തമായ തെളിവുണ്ടാകണം. ഒറ്റ സംഭവം പോലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. എന്തുകൊണ്ട്? ഇതൊരു അടയാളമായിരുന്നു. പിന്നീട് ഞാൻ അതിലേക്ക് വരാം. രോഗശാന്തികളുടെ വരം, ജ്ഞാനത്തിന്റെ രോഗശാന്തികളുടെ വരം, ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം, രോഗശാന്തികളുടെ വരം. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. വീര്യപ്രവൃത്തികൾ, പ്രിയ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി സഹോദരൻ ആ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അടുത്തത് ആത്മാക്കളുടെ വിവേചനം. ആ വരം ഇന്നുണ്ടോ? ആത്മാക്കളുടെ വിവേചനം എന്ന വരം ഇന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ദൈവസഭകളിൽ ബ്ലാക്ക് ഷീപ്പ് കടന്നു കയറുകയില്ലായിരുന്നു. എലിമാസിന്റെ കാര്യം പറഞ്ഞു, അനനാസിന്റെ സഫീറയുടെയും കാര്യം പറഞ്ഞു. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്ന രഹസ്യങ്ങൾ വായിച്ചറിയാനുള്ള കഴിവിന്റെ പേരാണ് ആത്മാക്കളുടെ വിവേചനം. പത്രോസിൽ ഇതുണ്ടായിരുന്നു. വസ്തു വിറ്റിട്ട് ഒരു ഭാഗം മറച്ചു വെച്ചു, ആരും പറയാതെ പത്രോസിന് മനസ്സിലായി. പൗലോസിന്റെ പിറകെ ഒരു വെളിച്ചപ്പാടത്തെ സ്ത്രീ നടന്നു. എത്ര നല്ല ഇൻട്രൊഡക്ഷൻ അവള് പറഞ്ഞതല്ലേ. ഓ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. പാവം പിടിച്ച നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ സഹോദരി കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ആണെങ്കിൽ ഒരുപാട് പേരെ സ്നാനപ്പെടുത്താറുള്ള എന്ത് ചെയ്യും? അടുത്ത ആഴ്ച സ്നാനം ക്രമീകരിച്ചേക്കാൻ വന്നേക്കാൻ പറയും അല്ലേ, സ്നാനപ്പെടുത്തും. പൗലോസ് എന്താ ചെയ്തത്? തിരിഞ്ഞ് അവളുടെ ഭൂതത്തെ ശാസിച്ചു. എന്താ കാരണം? മെസ്സേജ് വാസ് ഗുഡ് ബട്ട് ദ മെസ്സഞ്ചർ വാസ് നോട്ട് ഗുഡ്. പറഞ്ഞ ദൂത് നല്ലതായിരുന്നു. ദൂത് നല്ലത് കേട്ടാ ഉടനെ ദൂതന്മാരെല്ലാം ആത്മാവിലുള്ളവരാണെന്ന് വിചാരിക്കണ്ട. വെളിച്ചപ്പാടത്തെ സ്ത്രീയാ, അവള് പറഞ്ഞ കാര്യം വളരെ ശരിയാ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. വളരെ തെറ്റും പറയാനുണ്ടോ? ഉണ്ടോ ഫെബിനെ? വളരെ ശരിയാ, തിയോളജിക്കലായിട്ട് വളരെ ശരിയാ. ദൈവത്തിന്റെ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നത് പറഞ്ഞ കാര്യം ശരിയല്ലേ? 100% ശരിയാ. പക്ഷെ അവളുടെ ഉള്ളിലുണ്ടായിരുന്നത് ഭൂതമാണെന്ന് മനസ്സിലാക്കി അവളുടെ ഭൂതത്തെ ശാസിച്ചു. എന്തുകൊണ്ട്? പരഹൃദയ ജ്ഞാനം, ആത്മാക്കളുടെ വിവേചനം ഉണ്ടായിരുന്നു. ആ വരം 1-ാം നൂറ്റാണ്ടിന് ശേഷം ഇല്ല. അടുത്ത പ്രധാനപ്പെട്ട വരങ്ങളിലേക്ക് ഞാൻ വരട്ടെ. അന്യഭാഷ, ഭാഷകളുടെ വ്യാഖ്യാനം. ഞാൻ അല്പസമയമെടുത്ത് അതങ്ങ് അവസാനിപ്പിച്ചോളാം. അന്യഭാഷയെ സംബന്ധിച്ച് നാം വായിക്കുന്നത് ആദ്യമായിട്ട് മർക്കോസിന്റെ പുതിയ നിയമത്തിൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15 തുടങ്ങിയ വാക്യങ്ങളിലാണ്. രണ്ടാമത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലാണ്. മൂന്നാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലാണ്, കൊർന്നേലിയോസിന്റെ വീട്ടിൽ വെച്ച്. നാലാമത്തെ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ എഫെസോസിലെ യോഹന്നാന്റെ ശിഷ്യന്മാരായ 12 പേരെ സംബന്ധിച്ചിടത്തോളമാണ്. പിന്നീട് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ് വായിക്കുന്നത്. അതിനുശേഷം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് 1 കൊരിന്ത്യർ 14-ാം അധ്യായം. അപ്പൊ മർക്കോസ് 16, അപ്പോസ്തല പ്രവൃത്തികൾ 2, അപ്പോസ്തല പ്രവൃത്തികൾ 10, അപ്പോസ്തല പ്രവൃത്തികൾ 19, 1 കൊരിന്ത്യർ 12, 13, 14 ഈ അധ്യായങ്ങളിലേക്ക് എല്ലാം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ഒരു സമഗ്രമായ പഠനം നമുക്ക് നടക്കുകയുള്ളൂ. എങ്കിലും ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ ഞാൻ ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. അതെല്ലാവരുടെ ഓർമ്മയിൽ നിൽക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോയാ. എന്തിനായിരുന്നു അന്യഭാഷ? ഉത്തരം മർക്കോസ് 16-ാം അധ്യായം 15 തുടങ്ങിയ വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വാസികളാലല്ല, ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. താഴെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് വിശ്വസിക്കുന്നവരാൽ ഏതടയാളങ്ങൾ നടക്കും? അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ഇവിടെ പുതുഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നതും
അപ്പോസ്തലപ്രവൃത്തികളിൽ അന്യഭാഷകൾ എന്ന് പറഞ്ഞിരിക്കുന്നതും രണ്ടും ഒരേ കാര്യം തന്നെയാണ്. എന്റേതല്ലാത്തൊരു ഭാഷ അന്യഭാഷയാണ്, എന്റേതല്ലാത്ത ഭാഷ എന്നെ സംബന്ധിച്ച് പുതിയൊരു ഭാഷയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിലും സംസാരിക്കും. അപ്പോൾ അന്യഭാഷ എന്തിനായിരുന്നു? അടയാളമായിട്ടായിരുന്നു. എന്തിന്റെ അടയാളം? 20-ാം വാക്യം ചേർത്ത് വായിക്കണം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്തിട്ട് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, പിതാവിന്റെ വലതു ഭാഗത്തിരുന്നു. അവർ എല്ലായിടത്തും പ്രസംഗിച്ചു. അവരുടെ കയ്യാൽ അടയാളങ്ങൾ നടക്കാനിടയായി. ആ അടയാളങ്ങളാൽ അവർ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പോൾ അന്യഭാഷകൾ എന്തായിരുന്നു? അന്യഭാഷകൾ അടയാള ഭാഷയായിരുന്നു, സയൻസ് ആയിരുന്നു. അടയാളം എന്ന് പറയുന്ന വാക്കിന് തന്നെ അർത്ഥം നമുക്കറിയാമല്ലോ. എന്താ അടയാളം? വേദപുസ്തകത്തിൽ തന്നെ ധാരാളം തെളിവുണ്ട്. യേശു ജനിച്ചു കഴിഞ്ഞ് അവനെ കാണാനായിട്ട് ആട്ടിടയന്മാരോട് ദൈവദൂതൻ കൽപ്പന കൊടുത്തു. ആട്ടിടയന്മാരിങ്ങനെ ആ രാത്രിയിലെ കൊച്ചുവെളുപ്പാൻ കാലത്ത് ഈ ഉണ്ണി യേശുവിനെ, രക്ഷകനെ അന്വേഷിച്ച് വീട് വീടാൻ തോറും കയറിങ്ങിറങ്ങുന്നു വിചാരിക്കുക. ആട്ടിടയന്മാരാ, കുളി നനയൊന്നും ഉള്ളവരല്ല ശരിക്കും. ഇവരിങ്ങനെ ഓരോ വീട്ടിലും ഈ വെളുപ്പിനെ ചെന്ന് വാതിൽ ചെന്ന് ഇങ്ങനെ മുട്ടി വിളിക്കാന്ന് വിചാരിക്കുക. ചേട്ടോ, എന്നാണോ ഈ രാത്രിക്ക് കൊച്ചുണ്ടായെന്നറിയാനാ? അടുത്ത വീട്ടിൽ പോയി, വീടുകളിലെല്ലാം പോയി കുഞ്ഞുണ്ടായെന്ന് ചോദിക്കാന്ന് വിചാരിക്കുക. മിക്കവാറും അധികം വീടുകളിൽ ഇവർ പോകേണ്ടി വരികയല്ല. കാരണം എന്താ? ഇവര് ശരിയാക്കും. തെറ്റിദ്ധരിക്കാനിടയാകരുത്. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് രക്ഷകൻ പറഞ്ഞിരിക്കുകയാണ്. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുകയാണ്. ക്രിസ്തു എന്ന രക്ഷിതാവിന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടുത്ത വാചകം, നിങ്ങൾക്ക് അടയാളമോ അന്വേഷിച്ച് തപ്പിപ്പിടിക്കാൻ പോകണ്ട. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അടയാളം കൊടുത്തു. ഈ അടയാളം തേടി അവർ പോയപ്പോൾ ഒരു പശുത്തൊട്ടിയിൽ ശീലകൾ ചുറ്റി ആ ഉണ്ണി യേശുവിനെ കിടത്തിയിരിക്കുക. അടയാളം കിട്ടി. ഞാൻ ചോദിക്കട്ടെ, അടയാളത്തിന് എത്ര ആയുസ് ഉണ്ടായിരുന്നു? ഈ യേശു എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു താൽക്കാലിക സംവിധാനമായിരുന്നു. ശരിയല്ലേ? അടയാളം. റാന്നിയിലെ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അരികെ വഴി മയിൽക്കുറ്റികൾ, കിലോമീറ്റർ കഴിയുമ്പോൾ കുറ്റികൾ കാണാം. അത് അടയാളമാണ്. സൈൻ ബോർഡുകൾ കാണാം, അടയാളമാണ്. ആ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അടയാളം അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ മാത്രം അടയാളം മതി. പിന്നീട് ആരും, സുബോധമുള്ള ആരും അടയാളം പിന്നീട് അന്വേഷിക്കാറില്ല. അന്യഭാഷകൾ അടയാളമായിരുന്നു. ഏതിന്റെ അടയാളം? പൂർണ്ണമായ ദൈവവചനം വന്നില്ല, വരാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമായിരുന്നു. രണ്ടാമത്, അന്യഭാഷകൾ എന്തിനായിരുന്നു? ആ ഭാഗത്ത് തന്നെ നാം വായിക്കുന്നു, അവരുടെ കയ്യാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. അപ്പൊ വചനത്തെ ഉറപ്പിക്കാനുള്ളതായ സംവിധാനമായിരുന്നു അന്യഭാഷകൾ. അതോട് ചേർന്ന് രോഗശാന്തികളുടെ വരം, ഭൂതങ്ങളെ പുറത്താക്കുക, മരണകരമായത് കുടിച്ചാൽ ഹാനി വരാതിരിക്കുക, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരിക, ഭൂതങ്ങളെ പുറത്താക്കുക. ഇതെല്ലാം അടയാളങ്ങളായിരുന്നു. ആ അടയാളങ്ങൾ ചെയ്തത് സുവിശേഷ പ്രവർത്തകരായ ആളുകളായിരുന്നു. ആ അടയാളങ്ങളുടെ ഉദ്ദേശം തന്നെ വചനത്തെ ഉറപ്പിക്കാൻ. ഏത് വചനത്തെ ഉറപ്പിക്കാൻ? ഏത് വചനത്തെ ഉറപ്പിക്കാൻ? ദൈവവചനത്തെ അല്ല. ഇത് എഴുതിയിട്ടില്ല, പ്രസംഗിച്ച വചനം. എനിക്ക് മുമ്പേ സംസാരിച്ച ദൈവദാസൻ പറഞ്ഞു, ഈ വെറും സാധാരണക്കാരായ ആളുകൾ കവല തോറും വീട് തോറും ചെന്ന് യേശുക്രിസ്തു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നിട്ട് ഏകരക്ഷകനാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ അതോട് ചേർന്ന് അടയാളങ്ങൾ കൂടെ വേണമായിരുന്നു. അതിനെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ. അടയാളങ്ങളുടെ ലക്ഷ്യം ഓതന്റിക്കേറ്റ് ദ മെസ്സേജ് ആൻഡ് ദ മെസ്സഞ്ചർ. ഈ ദൈവവചനം അറിയിക്കുന്ന ആളുകൾ ദൈവത്താൽ അയക്കപ്പെട്ടവരാണെന്നും അവര് പറഞ്ഞ വചനം ദൈവികമാണെന്നും കേൾവിക്കാരായിരിക്കുന്ന ആളുകൾക്ക് സമ്മതമാവണ്ണം ബോധ്യമാകണമെങ്കിൽ ആ പ്രസംഗത്തോട് ചേർന്ന് അസാധാരണമായ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും നടക്കണം. പുതുഭാഷകൾ സംസാരിക്കണം. വചനത്തെ ഉറപ്പിക്കാൻ ഇന്ന് ഈ വരത്തിന്റെ ആവശ്യമുണ്ടോ? വചനം ഉറപ്പിച്ചോ? വചനം ഉറപ്പിച്ചു, എഴുതി കിട്ടി. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് 4 സുവിശേഷങ്ങൾ. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത് അപ്പോസ്തല പ്രവൃത്തികൾ. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നത് 21 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, 27 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നു കഴിഞ്ഞു. ഇനി ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. അന്യഭാഷകൾ അടയാളമായിരുന്നു, വചനത്തെ ഉറപ്പിക്കാനായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞതോടെ അന്യഭാഷയും ഇല്ലാതെയായി. മൂന്നാമത്തെ കാര്യം, അന്യഭാഷയിൽ ആരാണ് സംസാരിച്ചത്? അന്യഭാഷയിൽ ആര് സംസാരിച്ചു? എങ്ങനെ സംസാരിച്ചു? ഇതിന്റെ എല്ലാം ഉത്തരം 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. ഞാൻ ഓരോ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അവരുടെ മേൽ വസിച്ചു. അഗ്നിജ്വാല പോലെ പിറന്നിരിക്കുന്ന നാവുകൾ ഇവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു.
അവർ ഓരോരുത്തരും അന്യഭാഷകളിൽ സംസാരിച്ചു. അന്ന് ഈ പെന്തിക്കോസ്ത് നാളിൽ എത്ര ആളുകൾ കൂടിയിരുന്നു? ചിലരൊക്കെ വിചാരിക്കും 120 പേരുണ്ടായിരുന്നതാണ്. അങ്ങനെ 120 പേരുണ്ടെങ്കിൽ ആ കൂടെ സ്ത്രീകളും ഉണ്ടാകാം. കാരണം യേശുവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു, വേറെ സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്നാൽ ശരിയായ ഒരു വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോസ്തലപ്രവൃത്തിയുടെ 2-ാം അധ്യായത്തിൽ കൂടിയിരുന്നത് 12 അപ്പോസ്തലന്മാർ മാത്രമായിരുന്നു. 7 തെളിവുകളുണ്ട്. എല്ലാം പറയാൻ എനിക്ക് നേരമില്ലല്ലോ. 1-ാമത്തെ അധ്യായം നോക്കിയാൽ ആദ്യമേ 11 പേരുടെ ഒരു ഗ്രൂപ്പ് കാണാം, രണ്ടാമത് 120 പേരുടെ ഗ്രൂപ്പ് കാണാം. ആ 120 പേര് കൂടിയിരുന്നപ്പോൾ പത്രോസ് പ്രസംഗിച്ചു. യൂദായുടെ അധ്യക്ഷസ്ഥാനം വേറൊരു ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ചീട്ട് മത്യാസിന് വീണു. മത്യാസിനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണി 1-ാം അധ്യായം അവസാനിച്ചു. 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആൻഡ് when the Pentecost was fully come, 1-ാം അധ്യായത്തിന്റെ തുടർച്ചയാ. അധ്യായം വാക്യങ്ങളെല്ലാം പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഉണ്ടാക്കിയത്. 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതിന് തുടർച്ചയാണ് 2-ാം അധ്യായം ആരംഭിക്കുന്നത്. ആൻഡ് എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് 1-ാമത്തെ അധ്യായത്തെ 2-ാമത്തെ അധ്യായത്തെ യോജിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2-ാം അധ്യായത്തിൽ അവര് കൂടിയിരുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ 12 പേരെ കുറിച്ച് പറഞ്ഞപ്പോൾ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ആ 12 പേര് ഒരുമിച്ച് കൂടിയിരുന്നു. 2-ാമത്തെ തെളിവ് വാഗ്ദത്തം ആർക്കാണ് നൽകിയത്? അപ്പോസ്തലന്മാരുടെ പറഞ്ഞു, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 3-ാമത്തെ ശക്തമായ തെളിവ് പത്രോസ് 119 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നല്ല, പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്നു. 11 പേരോടുകൂടെ 12 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് വേദപുസ്തകം പരിശോധിച്ചാൽ സ്ത്രീകൾ അന്യഭാഷകളിൽ സംസാരിച്ച ഒരൊറ്റ ചരിത്രം പോലും ഉണ്ടായിട്ടില്ല. സ്ത്രീകളെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പുരുഷന്മാരുൾപ്പെടെ ആളുകളോട് പറയാനായിട്ട് സ്ത്രീകൾക്ക് ആ വരം നൽകിയിട്ടില്ല. ഇനി ആകെക്കൂടെ അങ്ങനെ അന്യഭാഷയിൽ സംസാരിച്ചത് 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിലാണ്. കൊരിന്ത്യ സഭയിലെ ക്രമക്കേടുകളെ പൗലോസ് തിരുത്തുമ്പോൾ സകലവും ഉചിതമായ ക്രമമായി ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, സ്ത്രീകൾ സഭായോഗങ്ങളിൽ അന്യഭാഷകളിൽ മാത്രമേ സംസാരിക്കാവുള്ളതല്ല, സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ, കീപ് സൈലന്റ് എന്നാണ്, ശബ്ദം പുറത്തു വരരുതെന്നാണ്, സംസാരിക്കരുതെന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ അന്ന് അപ്പോസ്തലന്മാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരുഷന്മാരെ മാത്രമേ അന്യഭാഷ പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. അന്യഭാഷ പറഞ്ഞു. 4-ാമത്തെ കാര്യം, അന്യഭാഷയിൽ എന്താണ് സംസാരിച്ചത്? ഇത് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നിങ്ങൾ അതാണ്ടൊക്കെ കണ്ടല്ലോ ഇവിടെ. അന്യഭാഷയിൽ എന്താ സംസാരിച്ചത്? കേട്ട ആളുകൾ പറയാണ് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. അപ്പൊ അന്യഭാഷയിൽ സംസാരിച്ചാൽ എന്ത് പറയണം? ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം കൂടെ തിരുത്തേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അന്യഭാഷകളിൽ സംസാരിച്ചത് കേട്ട ആളുകൾക്ക് മനസ്സിലായി. ചോദ്യം, തങ്ങൾ പഠിക്കാത്ത ഭാഷയാണല്ലോ അന്യഭാഷ. അപ്പോസ്തലന്മാര് പഠിക്കാത്ത ഭാഷകളിൽ സംസാരിക്കായിരുന്നോ അതോ കേട്ടവർക്ക് അവരവരുടെ ഭാഷകളിൽ തിരിയുകയായിരുന്നോ? ചോദ്യം വീണ്ടും ആവർത്തിക്കാം. ഉദാഹരണം, പത്രോസ് അല്ലെങ്കിൽ യോഹന്നാൻ ആരുമായിക്കൊള്ളട്ടെ. യോഹന്നാൻ ഒരു ഭാഷയിൽ സംസാരിച്ചു. അന്ന് ഏതാണ്ട് 15-16 ഭാഷക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വന്നപ്പോൾ അവർക്കെല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ തിരിയായിരുന്നോ അതോ കൂടി വന്ന ആളുകളുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കായിരുന്നോ? അപ്പോസ്തലന്മാര് വന്ന ആളുകളുടെ ഭാഷകളിൽ സംസാരിക്കായിരുന്നു. എന്താ തെളിവ്? അവർ അത്ഭുതപ്പെട്ടു, അത്ഭുതപരതന്ത്രരായി. അവർ ചോദിക്കുക, നാം ഓരോരുത്തൻ ജനിച്ചു വളർന്ന നമ്മുടെ ഭാഷകളിൽ ഇവര് സംസാരിക്കുന്നത് എങ്ങനെ? അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ആത്മപരമുള്ള മറ്റാളുകൾക്ക് അവരവരുടെ ഭാഷകളെ തിരിയുകയല്ല. ഞാൻ പഠിക്കാത്തൊരു ഭാഷ എന്തെങ്കിലും ചില വാക്കുകൾ പറയുകയല്ല, ആവർത്തിച്ച് പറയുന്നതല്ല, ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതല്ല. ഞാൻ പഠിക്കാത്ത മറ്റൊരാളുടെ ഭാഷ അനായാസമായി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അതിലൂടെ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചാൽ അതിന് പറയുന്ന പേരാണ് അന്യഭാഷകളുടെ വരം. പെന്തക്കോസ്തുകാരുടെ അങ്ങനെയുള്ള വരമാണ് ഉപയോഗിച്ചത്. 15-16 ഭാഷക്കാരുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ മാറി മാറി തെളിവായി സംസാരിച്ചു. ഇവര് കേവലം ഗലീലക്കാരാ, സാധാരണക്കാർ, അരാമ്യ ഭാഷ മാത്രം വശമുള്ളവരാ. വന്നവരുടെ പർദ്ദരുടെ, ഏലാമ്യരുടെ, മെസൊപ്പൊത്താമ്യരുടെ, റോമാക്കാരുടെ ഭാഷകളിൽ അപ്പോസ്തലന്മാർ അനായാസമായി ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ കേൾവിക്കാർക്ക് മനസ്സിലായി ദൈവത്തിന്റെ വൻകാര്യങ്ങൾ, ഇതിന്റെ പിൻപിൽ ദൈവത്തിന്റെ കയ്യാ ഉള്ളത്. 3000 ആളുകൾ അന്ന് മാനസാന്തരപ്പെടാനിടയായി. അന്യഭാഷ എന്തിന്? അന്യഭാഷ എന്ത്? അന്യഭാഷകളിൽ ആര് സംസാരിച്ചു? അന്യഭാഷകളിൽ എന്ത് സംസാരിച്ചു? ഇനി ഒരു കാര്യം കൂടി, 2 കാര്യം കൂടി ഉണ്ട്, വേഗം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചു. അന്യഭാഷകൾ എത്ര കാലത്തേക്കായിരുന്നു? അതോ അന്യഭാഷകളുടെ ആയുസ് എത്ര കാലമായിരുന്നു? അന്യഭാഷകൾ എത്ര കാലമാണ് ദൈവം ഉദ്ദേശിച്ചിരുന്നത്? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ് വായിക്കുന്നത്, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അടുത്തത് പ്രവചനപരമോ അത് നീങ്ങിപ്പോകും,
ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ ഈ പൂർണ്ണമായതും അംശമായതും ഏതാണെന്നുള്ളതിന്റെ സംശയങ്ങൾ ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. ചില തെറ്റിദ്ധാരണകൾ മൂലമാണ് തെറ്റായ പഠിപ്പിക്കൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വലിയ വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ലാതെ തന്നെ പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങുമെന്ന് പറയുമ്പോൾ അംശം ഏതാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അംശം ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ആ അംശത്തിന്റെ പൂർണ്ണതയാണ് പൂർണ്ണം. അംശം ഏതാണ്? അംശമായി നാം പ്രവചിക്കുന്നു, അംശമായി നാം അറിയുന്നു. എന്ത് പ്രവചിച്ചു? ദൈവത്തിന്റെ വചനം പ്രവചിച്ചു. അംശമായി എന്തറിഞ്ഞു? ദൈവത്തിന്റെ കാര്യപരിപാടികൾ അറിഞ്ഞു. അതിന്റെ പൂർണ്ണത വരുമ്പോൾ ഈ അംശമായത് നീങ്ങിപ്പോകും. അങ്ങനെയെങ്കിൽ ആ പൂർണ്ണത ഏതാണ്? യേശുക്രിസ്തുവിന്റെ വരവല്ല, അംശമായ നിത്യതയല്ല. ഇനി അംശമായത് യേശുക്രിസ്തുവിന്റെ വരവ് അല്ലെങ്കിൽ നിത്യത എന്നാണെങ്കിൽ ആ പൂർണ്ണത വന്നു കഴിയുമ്പോഴും എന്ത് തുടരും? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും തുടരും. ഞാൻ ചോദിക്കട്ടെ, പൂർണ്ണമായത് യേശുക്രിസ്തുവാണെങ്കിൽ, നിത്യതയാണെങ്കിൽ പിന്നെ വിശ്വാസമുണ്ടോ? വിശ്വാസം എന്താ? ആശിക്കുന്നതിന്റെ ഉറപ്പം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. കർത്താവ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാകണോ? ഇവന്റെ കൂടെ എന്നാ ഉദ്ദേശിച്ചാ പോകുന്നെന്ന് വല്ല ചിന്ത ഉണ്ടാകുമോ? ഇല്ല. വിശ്വാസം കാഴ്ചയ്ക്ക് വഴി മാറി. പിന്നെ പ്രത്യാശയുണ്ടോ? പിന്നെ പ്രത്യാശയുണ്ടോ? ഇല്ല. നമ്മുടെ പ്രത്യാശ എന്താണ്? യേശു കർത്താവിന് മടങ്ങി വരവാ. അവൻ വന്നു കഴിഞ്ഞാൽ അവനാണ് പൂർണ്ണമായതെങ്കിൽ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയില്ല. പിന്നെ ഏതാണ് പൂർണ്ണമായത്? പൂർണ്ണമായത് എന്ന് പറഞ്ഞ യേശുക്രിസ്തു അല്ല. കാരണം അത് ന്യൂട്ടർ ജനറൽ നപുംസകലിംഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമായവനെന്നല്ല, പൂർണ്ണമായത്. ഏത് നിലയിൽ നോക്കിയാലും പൂർണ്ണമായത് ദൈവത്തിന്റെ വചനമാണെന്ന് ആ ഭാഗം കൊണ്ട് തന്നെ തെളിയാണ്. അംശമായി ദൈവത്തിന്റെ വചനം കിട്ടിക്കൊണ്ടുപോരുന്നു. 1 കൊരിന്ത്യർ എഴുതി 56 ദൈവത്തിന്റെ വചനം കുറെ എഴുതിയുള്ളൂ. 95 വരെ എഴുത്തു തുടർന്നു. അതിനിടയിൽ ദൈവത്തിന്റെ വചനം എഴുതിക്കൊണ്ടേയിരുന്നു. പൂർണ്ണമായ ദൈവവചനം വന്നുകൊണ്ടേയിരുന്നു. ആ പൂർണ്ണമായ ദൈവവചനം വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും. അതിലേക്ക് പൗലോസ് ഒരു 3 വരങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുക. ഏതൊക്കെയാ? പ്രവചനമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും. എന്താ നീങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ശരിയായ അർത്ഥം പറഞ്ഞാൽ പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് ഈ ഉദാഹരണം പറഞ്ഞ വയസ്സമ്മൂർ സാറാ ഞങ്ങളെ പഠിപ്പിച്ചത് കേട്ടോ. അദ്ദേഹം ഇരിക്കച്ചത് ഞാൻ കടമെടുക്കുക. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ഏതാണ് ഈ ജ്ഞാനം? വേദപുസ്തകം എഴുതാൻ ലഭിച്ച കഴിവ്. പ്രവചനം ഏതാണ്? ദൈവിക വെളിപ്പാട്. ഈ വരങ്ങൾ നീങ്ങിപ്പോകും. AD 95 ആയപ്പോൾ അത് രണ്ടും നീങ്ങിപ്പോയി. എന്നാൽ ഭാഷാപരമോ അത് അതിനിടയിൽ ഇറ്റ് വിൽ സ്റ്റോപ്പ് ഓട്ടോമാറ്റിക്കലി. അതിനു മുമ്പേ അത് നിന്നു പോകും. അതുകൊണ്ടാണ് AD 56 1 കൊരിന്ത്യർ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിടത്തും അന്യഭാഷയെക്കുറിച്ചുള്ള പരാമർശനം ഇല്ല. പ്രവചനത്തെക്കുറിച്ചുണ്ട്, ജ്ഞാനത്തെക്കുറിച്ചുണ്ട്, അന്യഭാഷയെക്കുറിച്ചുള്ള പരാമർശം പിന്നീട് ഒരിടത്തും നാം കാണുന്നില്ല. ഇതൊരു താൽക്കാലിക വരമായിരുന്നു. പൂർണ്ണമായ ദൈവവചനം ലഭിക്കുന്നത് വരെ ഉണ്ടായിരുന്ന താൽക്കാലിക വരങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു അന്യഭാഷകളുടെ വരം. വ്യക്തമായി കാണും എന്ന് ഞാൻ വിചാരിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അന്യഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് നിബന്ധനകൾ ഉണ്ടായിരുന്നു. വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ അന്യഭാഷ പറയാൻ അനുവാദം കൊടുത്തിട്ടില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിൽ വ്യക്തമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞ് അങ്ങനെ മാത്രമേ അന്യഭാഷ പറയാവൂ. എന്തുകൊണ്ട്? കൊരിന്ത്യരിൽ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുമ്പോൾ അവർ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആരാധന ഉണ്ടായിരുന്നു. സാറ് തന്നെ ഒരു വിശദീകരണം കൂടുതൽ പറയും. എന്റെ ഗുരു ആയതുകൊണ്ട് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ നിർബന്ധിതനായ നമ്മുടെ ഫിലിപ്പ് സാറ് പറഞ്ഞതുകൊണ്ടാണ് ആ നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞ ആ പദപ്രയോഗം അത് 2 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് കർമ്മണി പ്രയോഗത്തിലാണ്. അതേസമയത്ത് ഭാഷാപരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് മിഡിൽ വോയിസ് ആണ്. അതായത് തനിയെ നിന്ന് പോകും, മറ്റൊരെണ്ണം വരേണ്ട കാര്യമില്ല. കർമ്മണി പ്രയോഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനാൽ മാറിപ്പോകുന്നതാണ്. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഷാപരത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വയം നിന്ന് പോകും, മറ്റൊന്ന് വരേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ സ്വയം നീങ്ങിപ്പോകും എന്നുള്ള മിഡിൽ വോയിസ് ആണ് ഗ്രാമർ അനുസരിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞതാ പറയാനായിട്ട്. സാറ് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ആധികാരികത ഉണ്ടല്ലോ എന്ന്
ഞാൻ വിചാരിച്ചു. മനസ്സിലായി കാണുമല്ലോ. ഇപ്പം സംശയം ഉണ്ടാകരുത് വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ. എത്ര തെളിവായ ഉപദേശ രൂപമാണ് നമ്മുടെ കയ്യിൽ നൽകിയിട്ടുള്ളത്. ഇനി അടുത്തത്, അന്യഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് പറയേണ്ടതിനുള്ളതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ ചിലർ ചോദിക്കും, അന്യഭാഷ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ അന്യഭാഷകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, 12 പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. ഉണ്ടായിരുന്ന കാലത്ത് അത് ഉപയോഗിക്കാനുള്ളതായ നിയമാവലികൾ പറഞ്ഞിരിക്കുന്നതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇന്ന് കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഈ നിയമാവലികൾക്ക് അനുസരണമായിട്ടായിരിക്കണം. 1-ാം നൂറ്റാണ്ടിൽ അന്യഭാഷകൾ പറഞ്ഞപ്പോൾ, കൊരിന്ത്യർ സഭയിൽ ക്രമമായി ചിട്ടയില്ലാതെയും ആളുകൾ പറഞ്ഞപ്പോൾ, അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ, ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോയപ്പോൾ ചിലച്ചുകൊണ്ടിരുന്നത് പോലെ ഗിബരീഷ്, ചിലയ്ക്കുന്ന അക്ഷരങ്ങളും വാക്കുകളും ആവർത്തിച്ച് പറഞ്ഞ് നാവിനെ കുഴച്ചപ്പോൾ, ബുദ്ധി അഫലമാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി. അതൊക്കെ അവിടെ വെളിവെച്ചാൽ മതി, സഭയ്ക്കകത്തേക്ക് വന്നാൽ ലെറ്റ് എവറിത്തിങ് ബി ഡൺ ഡീസന്റ്ലി ആൻഡ് ഇൻ ഓർഡർ. സകലവും ഉചിതമായും ക്രമമായും. കാരണം ദൈവത്തിന്റെ സഭയ്ക്ക് ക്രമമുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ക്രമവും സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ദൈവസഭയുടെ ക്രമം ആരാധനാ യോഗത്തിന് ക്രമമാണ്. അവിടെ ചിട്ടയുണ്ട്. യോഗങ്ങൾ ചിട്ടയായി നടക്കണം. അവിടെയുള്ള ചിട്ട എന്താണ്? ആ ചിട്ടയെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന പല കാര്യങ്ങൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അന്യഭാഷകൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ പറയുന്ന സാധാരണ പറഞ്ഞൊരു ന്യായമുണ്ട്. നമ്മൾ പറയാ, അല്ല സഹോദര, ഇപ്പൊ പറഞ്ഞ അന്യഭാഷ ഇപ്പൊ കേട്ടതുണ്ടല്ലോ, കണ്ടത്, അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ അവര് സാധാരണ പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താണെന്നറിയാമോ? അത് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കാരണം ഞങ്ങൾ ആരോട് പറയുക? ദൈവത്തോട് പറയുക. ഞങ്ങൾ ദൈവത്തോട് പറയുക. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനാണ്. എനിക്ക് കൃപാവരമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരധ്യായം കഴിഞ്ഞപ്പോൾ 14-ാം അധ്യായം വന്നപ്പോൾ പൗലോസ് തലതിരിച്ച് പറയുകയല്ല. ആത്മാവിന്റെ പ്രകാശനം അഥവാ കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ആ കൃപാവരം ഒരാൾക്കുള്ളത് പൊതുവിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് നേട്ടം ഉണ്ടാക്കാനല്ല, എനിക്ക് പേരുണ്ടാക്കാനല്ല, എന്റെ ആത്മീയവർദ്ധനയ്ക്കുമല്ല. പിന്നെ എന്തിനാണ്? അയ്യോ, ഞാൻ അന്യഭാഷ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്റെ കുറ്റമല്ല, ഞാൻ ദൈവത്തോട് പറയാം. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ബാക്കിയൊന്നും വായിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ഇത് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. ഫിലിപ്പ് സാറും എനിക്കൊരു കുറിപ്പ് തന്നു, ഈ കാര്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 14-ാം വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ എല്ലാം തിരിഞ്ഞു പോയോ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. അപ്പൊ ഒരാൾ സംസാരിക്കുന്ന കാര്യം നമുക്ക് തിരിയാതെ വരുമ്പോൾ ആള് പറയുക, നിങ്ങൾക്ക് മനസ്സിലാകില്ല, കാരണം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തോട് സംസാരിക്കുക, എനിക്ക് ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതിനുള്ള തെളിവ് ഈ വാക്യമാണ്. നിങ്ങൾ സൂക്ഷിച്ച് വരികൾക്കിടയിലൂടെ വായിച്ചു നോക്കണം. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. ശരിയാ. അപ്പോൾ അന്യഭാഷയിൽ എന്ത് സംസാരിക്കും താഴത്തെ വാക്യത്തിലുണ്ട്. എന്താ സംസാരിക്കുന്നത്? എങ്കിലും അവൻ ആത്മാവിൽ 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 മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആര്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ. ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും. എന്താ മർമ്മം എന്ന് പറഞ്ഞാൽ? മർമ്മം, നമ്മുടെയൊക്കെ ശരീരത്തിൽ മർമ്മമുണ്ട്, പലയിടത്തും മർമ്മം അല്ലേ? മർമ്മത്തെ തൊട്ട് കളിക്കുന്നത് പറയല്ലേ. ഇത് പുറത്ത് കാണാനൊക്കത്തില്ല, വളരെ രഹസ്യമാണ്, ഉള്ളിൽ വെച്ചിരിക്കുന്ന. അപ്പൊ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് മനുഷ്യരോടല്ല പറയുന്നത്, അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കും. ആരോടാ മർമ്മം പറയുന്നത്? ആരോടാ മർമ്മം സംസാരിക്കുന്നത്? ഞാൻ വാക്യത്തിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല, കാരണം അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആരോടാ മർമ്മം പറഞ്ഞു കൊടുക്കുന്നത്? ദൈവമേ, നിനക്കറിയാവോ ഈ കാര്യം? ഞാൻ മർമ്മം പറയാൻ പോവാ, ദൈവത്തെ കേൾപ്പിക്കുക. എടാ, നീ ആരാടാ ദൈവത്തെ മർമ്മം പഠിപ്പിക്കാൻ? ദൈവത്തോട് മർമ്മം പറയുകയാണോ?
അന്യഭാഷയിൽ സംസാരിക്കുന്നത് മർമ്മമാണ്, മാർമിക വിഷയങ്ങളാണ്. അത് മനുഷ്യരോട് പറയേണ്ടതാണ്. ഇവിടെ കൊരിന്തിൽ കുറെ ആളുകളുണ്ടായിരുന്നു. അവർ ചിലയ്ക്കുന്ന ചില ശബ്ദങ്ങൾ, അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് ഇത് അന്യഭാഷയാണെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ചിട്ടയും ക്രമവുമില്ലാതെ ആരാധനായോഗം അലക്ഷ്യമാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പറയുകയാണല്ലോ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് മനുഷ്യരോടല്ല ദൈവത്തോടെ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ല, മർമ്മമാ പറയുന്നുണ്ടല്ലോ. എന്താണായി പറയുന്നത്? ശബ്ദിച്ചു പോരുത്, മിണ്ടിപ്പോരുതെന്ന. ഇത് കൊരിന്ത്യരുടെ വ്യാജ അന്യഭാഷയാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് പരിചയമുള്ളവർക്ക് കിങ് ജെയിംസ് വേർഷൻ വായിച്ചാൽ ഈ 14-ാം അധ്യായത്തിലെ ഒരു വാക്യം ഒഴിച്ച്, അതായത് 27-ാമത്തെ വാക്യം ഒഴിച്ച് ബാക്കി അന്യഭാഷ എന്ന് ഏകവചനത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഫോൾസ്, തെറ്റായ അന്യഭാഷ. പൗലോസ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു പറഞ്ഞില്ല. ഞാൻ നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും മധ്യമായി അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ലോകത്തിൽ അന്യഭാഷയൊന്നുമില്ല, അന്യഭാഷകളുണ്ട്. ഇന്ന് കേൾക്കുന്നെല്ലാം അന്യഭാഷയാ, അന്യഭാഷകളല്ല. അത് ഗ്രാമറില്ല, അതിന് വാക്കുകളില്ല, അതിന് സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ ഇല്ല. ഇതെല്ലാം ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക, ചില വാക്കുകൾ ആവർത്തിച്ച് പറയുക. അത് ഭാഷയല്ല. അതിനെ വേണമെങ്കിൽ എന്ത് വിളിക്കാം? അന്യഭാഷയെന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അന്യഭാഷയുണ്ടോ? ദൈവികമല്ലാത്ത ഇന്നും ഉണ്ട്. അത് അന്യഭാഷ. എന്നാൽ അന്യഭാഷകൾ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ പറയാണ് ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു. പൗലോസ് പറയാ അന്യഭാഷയാണെങ്കിൽ അഥവാ അന്യഭാഷകൾ സംസാരിക്കുകയാണെങ്കിൽ അത് മർമ്മമായിരിക്കണം. നീ ദൈവത്തോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞാൽ നീ തന്നെ നിന്നെ വഞ്ചിക്കുക. അങ്ങനെ സംസാരിക്കരുത്. അന്യഭാഷകൾ സംസാരിക്കുകയാണെങ്കിൽ മർമ്മമായിരിക്കണം. നീ ദൈവത്തോട് മർമ്മം പറഞ്ഞു കൊടുക്കാൻ നീ ആരാ? ഇനി അടുത്ത് നോക്കി 28-ാമത്തെ വാക്യത്തിൽ, വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരെ സഭയിൽ, ഇത് കണ്ണിപ്പെട്ടില്ല, ഇതുവരെ പലരും കണ്ണിപ്പെട്ടിട്ടില്ല. വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരെ സഭയിൽ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരുന്നിട്ട് എന്ത് ചെയ്യണം? മിണ്ടാതെ തന്നോടും പൂരിപ്പിച്ചേ തന്നോടും ദൈവത്തോട് സംസാരിക്കണം. അപ്പൊ ദൈവത്തോടൊരാള് യോഗ സമയത്ത് ദൈവത്തോട് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്നാ? മിണ്ടിപ്പോകരുതെന്നാ, മിണ്ടിപ്പോകരുത്. അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ ദൈവത്തോട് സംസാരിക്കണം. അങ്ങനെ മിണ്ടാതെ ദൈവത്തോട് സംസാരിക്കുന്നത് അത് ഭാഷയില്ലാത്തവരാ കിടന്ന് ചെലക്കുന്നത് കേട്ടോ. ഹന്ന ശീലോവിൽ ചെന്നു, അവളുടെ അധരങ്ങൾ മാത്രം ചലിച്ചതേ ഉള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാൻ വചനമില്ല. കൊരിന്ത്യയിലെ തെറ്റായ അന്യഭാഷയെ പൗലോസെ ഖണ്ഡിക്കുകയാണ്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇനി അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നയാള് വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കണ്ട, മിണ്ടരുത്, കീപ് സൈലൻസ്, മിണ്ടാതെ ദൈവത്തോട് സംസാരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്യഭാഷകളുടെ നിബന്ധന ഒന്ന്, അന്യഭാഷയിൽ സംസാരിക്കരുത്, അന്യഭാഷകൾ സംസാരിക്കാമായിരുന്നു. അന്യഭാഷ ദൈവത്തോട് സംസാരിക്കാനല്ല, അന്യഭാഷ മനുഷ്യനോട് സംസാരിക്കാനാണ്. ഇനി 3-ാമത്തെ റൂൾ അല്ലെങ്കിൽ 3-ാമത്തെ നിബന്ധന, ലോകത്തിൽ അനവധി ഭാഷകളുണ്ട്. നിങ്ങൾ പിന്നെ സാവകാശം വായിച്ചു നോക്കിയാൽ 14-ാം അധ്യായത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോകത്തിൽ അനവധി ഭാഷകളുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത നാദം മുഴക്കിയാൽ എങ്ങനെ യുദ്ധത്തിന് പുറപ്പെടും? തെളിവുള്ള ഭാഷയിൽ മാത്രമേ അന്യഭാഷകൾ സംസാരിക്കാവൂ. ഞാൻ ചോദിക്കട്ടെ, ഈ 21-ാം നൂറ്റാണ്ടിലോ 20-ാം നൂറ്റാണ്ടിലോ 1901 ജനുവരി മാസം 1-ാം തീയതി അമേരിക്കയിലെ കാൻസാസിലെ ബഥേൽ ബൈബിൾ കോളേജിൽ ആരംഭിച്ച ഈ അന്യഭാഷ, ആധുനിക അന്യഭാഷാ ഭാഷണം ലോകത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലവിലുള്ള ഭാഷയിലാണോ? നൂറ്റാണ്ട് 1 കഴിഞ്ഞില്ലേ? ലോകത്തിലെ ഏതെങ്കിലും സ്ഥലത്ത് നിലവിലുള്ള ഒരു ഭാഷയിൽ ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? പഠിക്കാത്ത ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? നാളെ ഇതുവരെ ഉണ്ടായിട്ട് ഞാൻ വെല്ലുവിളിക്കുക. ഹലബല പറഞ്ഞാൽ പോരാ, ചില വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞാൽ പോരാ. നിങ്ങൾ പഠിക്കാത്ത ഭാഷ, കേൾവിക്കാരുടെ ഭാഷയിൽ അനായാസമായി സംസാരിക്കണം. നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഏതാ അന്യഭാഷകൾ എന്ന് പറയുന്നത്? എവിടെ അന്യഭാഷകൾ കേൾക്കുന്നത്? ലോകത്തിൽ നിലവിലുള്ള ഭാഷകൾക്കെല്ലാം വാക്കുകളുണ്ട്, വ്യാകരണമുണ്ട്, സെന്റൻസിന് കൺസ്ട്രക്ഷൻ ഉണ്ട്, ആശയവിനിമയമുണ്ട്. ഇതില്ലാതെ സംസാരിക്കാൻ പാടില്ല. ഇതില്ലാതെ സംസാരിച്ച പൗലൂസ് പറയാ, നിങ്ങൾ എന്തിനോട് സംസാരിക്കുന്നവരാകും? കാറ്റിനോട് സംസാരിക്കുന്നവരാകും. അങ്ങനെ സംസാരിക്കേണ്ട. 3-ാമത്തെ നിയമം. 4-ാമത്തെ നിയമം, ആശയവിനിമയം നടക്കത്തക്ക നിലയ്ക്ക് അന്യഭാഷകൾ സംസാരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. 5-ാമത്തെ പ്രമാണം, ബുദ്ധിയില്ലാതെ സംസാരിക്കരുത്. ചിലർ പറയും, ഞാനിവിടെ അന്യഭാഷയിൽ സംസാരിച്ചു പോയി,
എന്താ ഫിലിപ്പ് സാർ എന്തോ എനിക്കറിയാൻ പാടില്ല, എന്റെ സഹോദര എനിക്കറിയാൻ പാടില്ല. കാരണം എന്താ, എന്റെ ബുദ്ധി അഫലമായി പോയി. പൗലോസ് 14 അധ്യായത്തിൽ കണ്ണിക്കുക, ബുദ്ധി അഫലമാക്കിയിട്ടുള്ള യാതൊന്നും ദൈവികമല്ല പ്രിയപ്പെട്ടവരെ. ശരിയാണോ? ആരാധന എങ്ങനെയായിരിക്കണം? ബുദ്ധിയുള്ള ആരാധന. ആരാധനയിൽ എന്റെ ബുദ്ധി കെട്ടുപോയെന്ന് പറഞ്ഞാൽ ഏത് ആത്മാവാ നിങ്ങളെ ഭരിക്കുന്നത്? ആരാധനയിൽ സുബോധത്തിന്റെ ആത്മാവെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര പ്രാപിച്ചിരിക്കുന്നത്? ആത്മാവിനെ കെടുത്തിക്കൊണ്ടുള്ള, ബുദ്ധിയെ കെടുത്തിക്കൊണ്ടുള്ള എല്ലാം ദൈവികമല്ല, പൈശാചികമാണ്. അതിലൊന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമില്ല. ഈ ബുദ്ധി ഉപയോഗിച്ച് വേണം ദൈവത്തിന് നന്ദി പറയാൻ. എന്തുകൊണ്ടാ? ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി തീർത്തവനുമായവന് ബുദ്ധി ഇല്ലാതെ സ്തോത്രം ചെയ്യാനല്ല, പിന്നെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം, ബുദ്ധി ഉപയോഗിക്കണം. അടുത്ത നിയമം ശ്രദ്ധിച്ചോണേ. അന്യഭാഷകൾ ആർക്ക് അടയാളമായിട്ടുള്ളത്? 22-ാമത്തെ വാക്യം വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്ക് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടി 1-ാം നൂറ്റാണ്ടിൽ കൊടുത്തിരുന്ന വരമായിരുന്നു അന്യഭാഷകളുടെ വരം. അത് വിശ്വാസികളോട് സംസാരിക്കാൻ വേണ്ടിയല്ല, അത് അവിശ്വാസികൾക്ക് അടയാളമായിട്ടാണ്. അവിശ്വാസികളോട് ദൈവത്തിന്റെ വചനം അറിയിക്കാനാണ്. പെന്തക്കോസ്താൽ ആരംഭിച്ചത് അങ്ങനെയാണ്. അവിശ്വാസികൾ 3000 ആൾ രക്ഷിക്കപ്പെടത്തക്ക നിലയിൽ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇന്ന് ആ ഭാഷാ വരമുണ്ടെങ്കിൽ അവിശ്വാസികളോട് സംസാരിക്കണം. പക്ഷെ ഇന്ന് കേൾക്കുന്ന അന്യഭാഷയല്ല എവിടെയാ? എല്ലാ ഈ കൂട്ടത്തിനകത്താ, കുളത്തിനകത്തെ മീൻ പിടിക്കാൻ നോക്ക്. ഇതിനകത്താ, പറയണ്ട, വിലക്കിയിരിക്കുക. ഇനി എല്ലാവരും സംസാരിക്കാൻ പാടില്ല. ഒരു യോഗം നടക്കുമ്പം 2-3 പേരെ സംസാരിക്കാവൂ. എല്ലാവരും കൂടെ സംസാരിച്ചാൽ ആത്മവരമില്ലാത്തവൻ, അവിശ്വാസിയോ എങ്ങാനും പൊട്ടുപഴിച്ച് അകത്ത് വന്നാൽ അവനെന്ത് പറയും? അയ്യോ മാറിപ്പോയല്ലോ, ഊളന്മാരയിലാണോ ചെന്നെന്ന് ചോദിക്കും. അതിനിടയാകരുത്. 2 അല്ലെങ്കിൽ 3 പേരെ ഒരു യോഗത്തിൽ സംസാരിക്കാവൂ. ഇന്ന് അന്യഭാഷകൾ പറയുന്നിടത്ത് എങ്ങാനും ചെന്ന് പോയാൽ 2-3 പേര് ചിലപ്പം പറഞ്ഞില്ലെന്നിരിക്കും, ബാക്കി എല്ലാവരും പറയാം. ഞാൻ ചോദിക്കട്ടെ, ദൈവികമാണോ? ഇതിന്റെ പ്രമാണത്തിന് നേരെ വിരുദ്ധമായിട്ട് ദൈവികമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇനി 2-3 പേരെ പറയുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം? ഞാനും ജോണിക്കുട്ടി ഫിലിപ്പ് സാർ ഒന്നിച്ച് പറയാനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ 1 by 1 ഓരോരുത്തരായിട്ട് സംസാരിക്കണം. ഓരോരുത്തരായിട്ട്. സ്ത്രീകൾ സംസാരിക്കാൻ പാടില്ല. എന്നാൽ ഇന്നത്തെ അന്യഭാഷാ പ്രസ്ഥാനം ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് അന്യഭാഷ പറഞ്ഞിട്ട് ബ്രദറുകാർക്ക് പരിശുദ്ധാത്മാവില്ലെന്ന് പറഞ്ഞ ഏത് ആത്മാവിലാണ്? ഇത് പറയാനുള്ള തന്റെ ഇടം എവിടെ നിന്നാ ഉണ്ടായത്? ദൈവത്തിന്റെ ആത്മാവ് കലക്കത്തിന്റെ ആത്മാവല്ല, സമാധാനത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്. ആ ആത്മാവിനെ കിട്ടിയിരിക്കുന്ന ഏതെങ്കിലും കാർക്കല്ല. വിശ്വസിച്ച നാളിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം അച്ചാരമായി നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുന്നു. രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. അവര് തെളിവുള്ള ഭാഷ പഠിച്ച് ആ ഭാഷയിൽ ആളുകളോട് സംസാരിക്കും. അങ്ങനെ സുവിശേഷവൽക്കരണം നടക്കണം. ഇതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. എത്ര തെളിവായ ഉപദേശം! വചനത്തെ വചനം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാ. ഇതാ വ്യാഖ്യാന രീതി. പശ്ചാത്തലത്തിൽ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി, വ്യാകരണം മനസ്സിലാക്കി വ്യാഖ്യാനിക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു സത്യമില്ല. ഈ അതിവിശുദ്ധ വിശ്വാസം ദൈവം നമ്മുടെ കയ്യിൽ നൽകിയിരിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആ ഒരു ഉപദേശ ദ ഫോം ഓഫ് ഡോക്ട്രിൻ ഇൻ ടു വിച്ച് യു വർ ഡെലിവേർഡ്, ആ ഉപദേശ രൂപത്തിലേക്ക് നമ്മെ ഒരുക്കി ഒഴിച്ചിരിക്കുക. ചാഞ്ചാട്ടം ഉണ്ടാകരുത്, സംശയം ഉണ്ടാകരുത്. അവരും അതും ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കും. അത് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഉപദേശത്തെ ചങ്കിലേറ്റാൻ, ഇതിനെ നെഞ്ചിലേറ്റാൻ, ഈ ഉപദേശത്തെ മുറുകെ പിടിക്കാൻ, ഇതിനു വേണ്ടി പോരാടുവാൻ ദൈവം നമുക്ക് പ്രത്യേകം കൃപ തരട്ടെ. ഇങ്ങനൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയ ബ്രദർ ഗോസ്പൽ ഫെലോഷിപ്പിനെ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു. ഇതിന് പിന്നിൽ അധ്വാനിച്ച ദൈവദാസന്മാർക്ക് ദൈവം ധാരാളം കൃപ നൽകട്ടെ. ഇതൊരാരംഭമായി തീരട്ടെ. നമ്മുടെ ദൈവമക്കളും സഭകളും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ ഇനിയും നടത്തണം, ബോധവൽക്കരണം നടത്തണം, നമ്മുടെ സഭകളിലുണ്ടാകണം, ചുറ്റുപാടുള്ള സഭകളെ ക്ഷണിച്ചു വരുത്തണം. നമ്മുടെ സ്ഥലം സഭകളായോ സംഘടനകളായോ ഇതുപോലുള്ളതായ സമ്മേളനങ്ങൾ നടത്തി ദൈവജനത്തിന് ആത്മീയമായ പരിപോഷണം ഉണ്ടാക്കുവാൻ ഇതൊരാരംഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന BGF-ന്റെ ഭാരവാഹികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. വീണ്ടും ഞാൻ ആ വെല്ലുവിളി നടത്തുകയാണ്. 1-ാം നൂറ്റാണ്ടിൽ ജന്മനായുള്ള ശാരീരിക വൈകല്യങ്ങൾക്ക് കൃപാവരം ഉപയോഗിച്ച് സൗഖ്യം നൽകിയിരുന്നു. ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു വരം ഇന്ന് നടക്കുന്നത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, തെളിവ് തരണം. ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിലവിലുള്ളതായ ഭാഷ പഠിക്കാതെ ആ ഭാഷ അനായാസമായിട്ട് കൈകാര്യം ചെയ്യണം. അങ്ങനെയുള്ള അന്യഭാഷകൾ എവിടെയെങ്കിലും കേൾപ്പിക്കാമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് അന്ന് ഞാൻ താഴെ വെച്ച് നിങ്ങൾ പറയുന്ന ഏത് പ്രതിശാന്തിയും ചെയ്യാൻ ഞാൻ സന്നദ്ധനായിരിക്കും.
കർത്താവ് സഹായിക്കും.